Hello. Good morning, all. Good morning. Good morning. Good morning. Good morning, madam. ഇന്നലെ പഠിച്ചതൊക്കെ പഠിച്ചു. അങ്ങനെയുള്ള Good morning, Miss. Hello. Hello, Miss. Good morning. Good morning. ഇന്നലെ നമ്മ ഏത് ടോപ്പിക്കാ പഠിച്ചേ? ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു? Objective, Functions of hospital pharmacy. Functions, Hospital pharmacy. infrastructure. Infrastructure. നോക്കിയാ PDF എല്ലാവർക്കും കിട്ടിയാ? കുറെ പേര് കിട്ടിയില്ലാന്ന് പറഞ്ഞു. കിട്ടി മിസ്. കിട്ടി. ഓക്കെ. പിന്നെ നോട്ട്സിന്റെ കാര്യം പറഞ്ഞില്ലേ? നമുക്ക് ആ PDF-ലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന്. അതെന്നാ PDF മാത്രം പഠിച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എന്റെ പേര് വാഹിദ. നമുക്ക് ഫാർമസിയുടെ ഫങ്ഷൻസിന് ഏതെങ്കിലും 2-3 ഫങ്ഷൻസ് ഒരാൾ പറഞ്ഞേ. ഹലോ, കേട്ടില്ല? മാം, മെഡിസിൻസ് സപ്ലൈ ചെയ്യുക, ദാറ്റ് മീൻസ് പ്രൊവൈഡിങ് മെഡിസിൻസ്. പിന്നെ മെഡിസിൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക. പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻസ്പെക്ഷൻ. ഓക്കെ. ഇനി വേറെന്തൊക്കെ പറഞ്ഞിട്ടില്ല? വിശ്വസ്തയോഗ്യരായ സപ്ലൈസിനെ സെലക്ട് ചെയ്യുക. പിന്നെ പേഷ്യന്റ് കൗൺസിലിംഗ് പറഞ്ഞത് മെഡിസിനെ കുറിച്ച് പേഷ്യൻസിന് കൗൺസിലിംഗ് എടുക്കുക. പിന്നെ എന്താ പറഞ്ഞേ? വാർഡില് ഡിസ്ട്രിബ്യൂഷൻ നടത്താം. വാർഡില് മരുന്ന് വിതരണം ചെയ്യുക. പിന്നെ ഔട്ട് പേഷ്യന്റിന് മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട് പേഷ്യൻസ്. മരുന്നുകൾ സ്റ്റോറേജ് ചെയ്യുക. ഹോസ്പിറ്റൽ സോഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ മെഡിക്കൽ നഴ്സും പേഷ്യന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ് അവർക്ക് ആവശ്യമായ മെഡിസിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. നമ്മ പറഞ്ഞില്ലേ പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റ് കൗൺസിലിംഗ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? ഡ്രഗ് റിയാക്ഷൻ, കോസ്റ്റ്, ക്വാളിറ്റി, സോഴ്സ് ഓഫ് സപ്ലൈ. നെക്സ്റ്റ് ഏതായിരുന്നു? ഒബ്ജക്റ്റീവ്സ് അല്ലേ? അതെ മിസ്. ഒബ്ജക്റ്റീവ്സിൽ എന്താ പറഞ്ഞേ? ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാ? ശരിയായ മെഡിസിൻസ്, ശരിയായ മരുന്ന്, ശരിയായ അളവ്, ശരിയായ മെഡിസിൻ ശരിയായ ഡോസിൽ കൊടുക്കുന്നത്. പിന്നെ എന്താണ്? റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗം, പാർട്ട് ഓഫ് റിസർച്ച് പ്രൊജക്ട്സ്. പിന്നെ ഏതായിരുന്നു? To coordinate and cooperate with other departments. പിന്നെ സ്റ്റാഫ്, നഴ്സുമാർ, രോഗികളുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി പ്രവർത്തിക്കുക. എന്തിനെ കുറിച്ചാണ് അവരുടെ കൗൺസിലിംഗ് ആയിട്ട്? ഡ്രഗ്സിന്റെ പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്, ടോക്സിസിറ്റി, ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് അല്ലേ? ഹലോ. Yes.
യൂസ് ഓഫ് ഡ്രഗ്സിന്റെ യൂസ്, പിന്നെ ആഫ്റ്റർ ഇഫക്ട്സ്, ടോക്സിസിറ്റി, ഹോസ്റ്റൈൽ ഇഫക്ട്, ഡ്രഗ്സ്, ഇതിനെ കുറിച്ചുള്ള കൗൺസിലിംഗ് ആണ് അവർ കൊടുക്കേണ്ടത്. ഹോസ്പിറ്റൽ റൂളിൽ അനുയോജ്യമായ ഫാർമസി പോളിസി രൂപകൽപ്പന ചെയ്യുക. സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായ ഫാർമസി പോളിസീസ് കൊണ്ടുവരിക, നടപ്പിലാക്കുക. To professionalize the operation of pharmaceutical services. ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എന്താ പറയാ, പ്രൊഫഷണലൈസ്ഡ് ആയിരിക്കണം, അടുക്കും ചിട്ടയും ഒക്കെ ഉള്ളതായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. ഫാർമസി എപ്പോഴും ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം സ്ഥിതി ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഗ്രേറ്റ് അപ്പിയർ ആയിരിക്കണം, പ്രൊഫഷണൽ ലുക്ക് ആവണം, ക്ലീനിങ് ഉണ്ടാവണം, ഹെൽത്ത് ആൻഡ് ഹൈജീനിക് ആവണം. ഹൈജീൻ ആയിരിക്കാം. കൂടാതെ മെഡിസിൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് ആണ്. റിസർച്ച് വിങ് ഉണ്ടാവണം. ഫാർമസി ഓഫീസ് ഓഫ് ചീഫ് ഓഫീസ് ഉണ്ടാവണം, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ ഉണ്ടാവണം. ഫാർമസി സ്റ്റോർ റൂം വേണം. പിന്നെന്താണ്, റേഡിയോ സ്റ്റോർ റൂം ഒരു കോൾഡ് സ്റ്റോറേജ് ആയിട്ട് ലൈബ്രറി ഉണ്ടാവണം, സ്പേസ് വേണം. ഓഫീസ് ഓഫ് സി കോൾഡ് സ്റ്റോറേജ് ഏരിയ. റേഡിയോ ലൈബ്രറി വേണം. റേഡിയോ ഐസോട്ടോപ്പിന്റെ സ്റ്റോറേജ്. ഡിസ്പെൻസിംഗ് ഏരിയ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എടുക്കാമല്ലോ. ഇതിനാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ് മാം. ഇല്ല എടുക്കാം. മാം നോട്ട് തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് നോട്ട്സ് PDF തന്നിട്ടില്ലേ, അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഞാൻ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തരാം. ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ടേംസാ എന്തെങ്കിലും എഴുതിയെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലും. മാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് എക്സാം വരുന്നത്? വരുന്നുള്ളൂ. അപ്പോഴേ അതിന്റെ മോഡൽ ഇതിനകത്ത് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞുതരാവോ? മോഡൽ എല്ലാ സെക്ഷനിലും ഉണ്ടാവും. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ. നിങ്ങൾക്ക് ഈ PDF വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിലുള്ളത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ മാം. നെക്സ്റ്റ് എന്താണ്, ഫാർമസിയിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്ന്, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മ ഫാർമസി പോകുമ്പോ എന്തൊക്കെ സാധനങ്ങൾ അവിടെ കാണുന്നത്? ഒരു ഫാർമസിയുടെ ഉള്ളില് എന്തൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് കാണുന്നുണ്ട്? പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് വെച്ചാൽ എന്തെന്നാ അറിയോ? പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡോക്ടറിന്റെ ഇതിന് നമുക്ക് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിന്റെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് ചെയ്യും. നമ്മുടെ മരുന്ന് എഴുതുന്ന ചാർട്ട് ഫയല്, അതിനെ പറയുന്നതാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. മനസ്സിലായത്? മനസ്സിലായി. പിന്നെന്താണ്, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. മരുന്നുകൾ വെക്കുന്ന കബോർഡും ഷെൽഫ്സും ഡ്രോയേഴ്സ് ഒക്കെ വേണമെന്ന്. ഇപ്പൊ നമുക്ക് കാണാറില്ലേ ഹോസ്പിറ്റലില്, ഫാർമസിയില് ഓരോ ഷെൽഫും വെക്കാം. ഇന്ന മരുന്നാണ് ആ ഷെൽഫിൽ ഇരിക്കുന്നതൊക്കെ അവര് ഒട്ടിച്ചു വെച്ചേക്കുന്ന കാണാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാറുണ്ട്. സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബോർഡ് ബേസ്. എന്താണ് ക്യാബിനറ്റുകൾ? ഡ്രോയർ ഉള്ള ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ് വേണം. വേണം. പിന്നെ വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടർ ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. റെഗുലർ ആയിട്ട് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനായിട്ടുള്ള ടേബിൾസും കൗണ്ടേഴ്സും വേണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ കൗണ്ടർ 1, കൗണ്ടർ 2 എന്ന് പറഞ്ഞ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി കൗണ്ടറുകളില്ലേ? അവിടെ തന്നെ ടേബിൾസ് ഉണ്ടാവും ഇല്ലേ? അതാണ് പറയുന്നത് വർക്ക് ടേബിൾസ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. റെഗുലർ ആയിട്ടുള്ള ഡിസ്പെൻസ് ചെയ്യാനുള്ള ടേബിൾസും
കൗണ്ടേഴ്സും വേണമെന്ന്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് പറയണോ? സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് കണ്ടിട്ടില്ലേ? സിങ്ക് അറിയില്ല എല്ലാവർക്കും. ആ അതന്നെ. പിന്നെ എന്താ? ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്. പെസ്റ്റിൽസും മോട്ടർ, പെസ്റ്റിൽസും കീടനാശിനി അങ്ങനെയൊക്കെ പറയില്ലേ, അതും മോട്ടറൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ക്യാബിനറ്റ് വേണം. ഓക്കെ. പിന്നെ കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. ഫ്ലാസ്ക്, ഗ്ലാസ് പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണൽസ്, ബീക്കർ ഒക്കെ സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് കബോർഡ്സ് വേണമെന്ന്. ഈ മരുന്നൊക്കെ വെക്കണ ഷെൽഫിലായിരിക്കരുത് വെക്കേണ്ടത്, അവ സെപ്പറേറ്റ് കബോർഡുകൾ വെച്ചിട്ട് വേണം അവിടെ ആയിരിക്കും സൂക്ഷിക്കേണ്ടത്. പിന്നെ റെഫ്രിജറേറ്റ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. ഇപ്പൊ മരുന്നുകൾ, ചില മരുന്നുകൾ എന്താണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പൊ ആ ഫ്രിഡ്ജുകൾക്ക് സൂട്ടബിൾ ആയിട്ട് ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റീസ് വേണം. നാർക്കോട്ടിക്സ് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. ഇപ്പൊ നമുക്ക് ചില പെയിൻ കില്ലേഴ്സ് അതല്ലെങ്കിൽ സെഡേഷൻ കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഇല്ലേ, അവ സെപ്പറേറ്റ് ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയേഴ്സിൽ വേണം സൂക്ഷിക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. നെക്സ്റ്റ് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ഫയൽ ക്യാബിനറ്റ് വെക്കാനും ടെലിഫോൺ വെക്കാനുമായിട്ട് ഓഫീസ് ഡെസ്ക് വേണമെന്ന്. ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ ന്യൂട്സസ് അല്ല കേട്ടോ, നേഴ്സസ് ആണ് കേട്ടോ. ആൻഡ് ഔട്ട് പേഷ്യന്റ്. ഹലോ, ന്യൂട്സസ് അല്ല, നേഴ്സസ് ആണ്. നേഴ്സിനും ഔട്ട് പേഷ്യന്റിനുമായിട്ടുള്ള ഡിസ്പെൻസിംഗ് വിൻഡോ വേണം. നമ്മ പറഞ്ഞില്ലേ ഈ ഇതിന്റെ നേഴ്സില് ഫാർമസിയിലെ ആളുകൾക്ക് മരുന്ന് കൊടുക്കാനായിട്ട് കൗണ്ടർ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ വിൻഡോ പോലെ കാണാറില്ലേ? ഔട്ട് പേഷ്യന്റിന് നേഴ്സിന് മരുന്ന് കൊടുക്കാനുള്ള ചെറിയ ചെറിയ വിൻഡോസ്, ചെറുത്, അതാണ് പറയാ ഡിസ്പെൻസിംഗ് വിൻഡോ. ഓക്കെ. Okay, ma'am. എക്യുപ്മെന്റ്സ് ഫാർമസിയിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്നൊന്ന് പറഞ്ഞേ. മൂന്നാമത്തെ എക്യുപ്മെന്റ്സ് തന്നെ. പ്രിസ്ക്രിപ്ഷൻ കേസ്, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽസ് ആൻഡ് ഡ്രോവേഴ്സ്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. റെഫ്രിജറേറ്റർ. Cabinet to store motor and പിന്നെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ. പിന്നെ ക്യാബിനറ്റ്. സംഭവങ്ങള് നമ്മള് മോട്ടർ ആൻഡ് വിത്ത് നഴ്സസ് ആൻഡ് ഔട്ട്പേഷ്യൻസ്. മനസ്സിലായല്ലോ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി ആവശ്യമായിട്ടുള്ളതെന്ന്? മനസ്സിലായി. Next, there should be drug and therapeutic committee for advice and decision making. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് ഫാർമസിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപദേശത്തിനായിട്ട് ഉള്ളത്. ഫാർമസിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഫാർമസിയുടെ എണ്ണം കണക്കാക്കുന്നത്. ഇപ്പൊ 50 ബെഡിൽ കുറവുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഫാർമസി എത്ര എണ്ണം റിക്വയർമെന്റ് ഉണ്ട്? 3 ഫാർമസി ആവശ്യമുള്ളൂ. അപ് ടു 100 ആണെങ്കിൽ 5 ബെഡ്സ് വേണം. അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസി. പിന്നെ അപ് ടു 300 ബെഡ്സ് 10 ഫാർമസി. 500 ബെഡ്സ് 15 ഫാർമസി. നമുക്ക് 500 വരെയുള്ള ബെഡ്സിന്റെ ഇതിലാണ് തന്നിരിക്കുന്നത്. അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ 3 ഫാർമസി. അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ
5 pharmacy. Pharmacy up to 200 beds ആണെങ്കിൽ 8 pharmacy. 8. pharmacy up to 300 10. 10 pharmacy. Question വരാട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരാന്ന് അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ എത്ര ഫാർമസി അവിടെ ആവശ്യമുണ്ട്, എത്ര ഫാർമസിയുടെ റിക്വയർമെന്റ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് നമ്പർ വരും 15, 10, 8, 20 മനസ്സിലായാ? ഓക്കെ. ഇത് പഠിക്കണം. മിസ്റ്റർ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മുടെ എക്സാം റിട്ടേൺ എക്സാം ആയിരിക്കും അതോ ഓപ്ഷൻ ഉണ്ടായിരിക്കും? ഓപ്ഷൻ എന്താണ്? ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഫ്ലോചാർട്ട് ഫോർ റിക്വയർമെന്റ്. Procurement ആയ hospital pharmacy. ഈ PDF എല്ലാവരുടെ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യില് ഉണ്ട്. ഇല്ല. ഉണ്ട് Yes, ma'am. ഉണ്ട്. Yes, ma'am. എല്ലാവരുടെ കയ്യിലും ഉണ്ട് മാം. എന്താണ് ഫ്ലോചാർട്ട് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ആരൊക്കെ അതിലുണ്ടെന്നുള്ളതിന്റെ ഫ്ലോചാർട്ട് ആണ്. ആരായിരിക്കും ഹെഡ് ഓഫ് ദ ഫാർമസി? ആരായിരിക്കും? ഡയറക്ടർ. ഡയറക്ടർ ആയിരിക്കും. ആരുടെ കീഴില് സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് ആണോ? അപ്പൊ ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? M.Pharm. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ വരാം. ക്വാളിഫിക്കേഷൻ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ഏതായിരിക്കും? M.Pharm, B.Pharm, ഫാർമസി അങ്ങനെ പറഞ്ഞാൽ എന്തിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ. ആദ്യം ഡയറക്ടർ, പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ഓർ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. പിന്നെ അതിന്റെ കീഴെ 4 പേരുണ്ട്. ഫാർമസിസ്റ്റ് അതെന്താണ്? ഡ്രഗ് നമ്മുടെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ്. മരുന്നുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് അവരെന്തായിരിക്കണം? B.Pharm ആയിരിക്കണം. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വേണം ഫാർമസിസ്റ്റുകൾ വേണം. നമ്മൾ കാണാറില്ലേ മരുന്നുകൾ എടുത്തു കൊടുക്കാൻ ചിലപ്പോ ഉണ്ടാവും. ഒരാളെന്ത് ചെയ്യും? നമ്മുടെ ചീറ്റ് മേടിക്കും, പ്രിസ്ക്രിപ്ഷൻ ചീറ്റ് മേടിച്ചിട്ട് വേറെ ആൾ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? സ്റ്റോറിൽ നിന്ന്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുക്കും. ഇല്ലേ? കണ്ടിട്ടില്ലേ ഇത്? ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുണ്ടെന്നില്ല. പിന്നെ എന്താണ്? 2 ഫാർമസിസ്റ്റ്, 2 ഫാർമസിസ്റ്റ്. അതായത് ആ കൗണ്ടറിന്റെ അടുത്ത് 2 ഫാർമസിസ്റ്റ്, 3 ഫാർമസിസ്റ്റ് ഒക്കെ ഉണ്ടാവും. എന്താണ്? രോഗികൾക്ക് മരുന്നുകളെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട്. ഇല്ലേ? പിന്നെ ആരാണ്? നമ്മ ആദ്യം പറഞ്ഞിരുന്നു എന്താണ്? നമുക്ക് തരുന്ന മരുന്നുകളെ എന്ത് ചെയ്യണം? ഈ ഫാർമസിയിലുള്ളവരെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി കൺട്രോൾ പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ടാ? ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് വേണം. എവിടെയാ? ഫാർമസിയില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ എന്തിനാണ്? ക്വാളിറ്റി കൺട്രോൾ. മനസ്സിലായോ? ആദ്യാരാണ്? ഡയറക്ടർ, പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ഓർ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. അതിന്റെ കീഴെ ഫാർമസിസ്റ്റ്. അതെന്താണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, മെഡിക്കൽ സ്റ്റോർ, പിന്നെ മെഡിക്കൽ സ്റ്റോർ ഫാർമസിസ്റ്റ്. പിന്നെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് മരുന്നുകള് പേഷ്യൻസിന്, ഔട്ട് പേഷ്യൻസിന് ഒക്കെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് ഫാർമസിസ്റ്റ് വേണം. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് വേണം. ഈ ചാർട്ട് എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയില്ലേ? പഠിച്ചില്ലേ എല്ലാവരും? ഹലോ, നമുക്ക് ക്ലാസ് എടുക്കണോണ്ട് ഇപ്പം തന്നെ പഠിച്ചും പോവാം. ആദ്യം നമ്മൾ എക്യുപ്മെന്റ്സ് പറഞ്ഞു. എക്യുപ്മെന്റ്സിൽ എന്തൊക്കെ പറഞ്ഞു? പ്രിസ്ക്രിപ്ഷൻ കേസ് പറഞ്ഞു,
അത് നമ്മുടെ PDF ഉള്ളവരാണെങ്കിൽ PDF നോട്ട്സ് ഉള്ളവരാണെങ്കിൽ തിരുത്തിക്കോട്ടാ. ന്യൂട്രസ് അല്ല നേഴ്സസ് ആണെന്ന് തിരുത്തിക്കോ കൈയോടെ. മാം വ്യക്തമായില്ല, ഒന്നും കൂടെ പറയാമോ? നമ്മുടെ എക്യുപ്മെന്റ്സിലെ ലാസ്റ്റ് ഡിസ്പെൻസിംഗ് വിൻഡോ ഫോർ ന്യൂട്രസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ന്യൂട്രസ് അല്ല നേഴ്സസ് ആണ്. അത് തിരുത്തിക്കോളെ കൈയോടെ കറക്ഷൻ ചെയ്തോട്ടാ. പിന്നെ എന്താണ് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. പിന്നെ നാർക്കോട്ടിക്സ് സേഫ് വിത്ത് സെപ്പറേറ്റഡ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക്സ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലോക്ക് ഡ്രോയേഴ്സിൽ സൂക്ഷിക്കുക, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ഗ്ലാസ് യൂട്ടൻസിൽസില് ഫ്ലാസ്ക്, ടണല്, ബീക്കർ ഇതൊക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് കബോർഡുകൾ വേണം. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, പിന്നെന്താ നെക്സ്റ്റ് പറഞ്ഞത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസികളുടെ എണ്ണം കണക്കാക്കുന്നത്. 50 വരെ ബെഡ് ഉള്ളവർക്ക് അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ 3 ഫാർമസി, അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ 5 ഫാർമസി, അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസി, അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10, അപ് ടു 550. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് ആണ്. അതെന്താണ്? ആദ്യം ഫാർമസിയിലെ ആരാണ് ഹെഡ്? ഡയറക്ടർ. അതിന് താഴെ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസി, താഴെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവും ഫാർമസിസ്റ്റ്. പിന്നെ ന്യൂ ഫാർമസിസ്റ്റ് അതെന്താണ്? ചെയ്യാനായിട്ട് 2 ഫാർമസിസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താ? ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ അത്രയും ഭാഗം? ക്ലിയർ ആയി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പഠിക്കാനുണ്ട്. തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മ ഇതിന്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോ പറഞ്ഞില്ലേ? തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെയും പ്രവർത്തനങ്ങള് ഓർമ്മയുണ്ടാ? പറഞ്ഞിരുന്നു മാം. പറഞ്ഞിരുന്നു. അതിൽ ആരൊക്കെ പെടുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ആരൊക്കെയാണ്? മെഡിക്കൽ സൂപ്രണ്ട്. മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടാവും. ആളായിരിക്കും ആ കമ്മിറ്റിയിലെ ചെയർമാൻ. ഓക്കെ, എല്ലാവരും നോട്ട്സ് ഉണ്ടാ? നോട്ട് ലെക്ചർ നോട്ട് എപ്പോഴും PDF എടുത്തൊക്കെ ഒന്നും വേണ്ടല്ലോ. നോട്ടൊക്കെ എടുക്കാതെ തന്നെ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ആരാണ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മെഡിക്കൽ സൂപ്രണ്ട് ആളായിരിക്കും ചെയർമാൻ. ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും. പിന്നെ ആരാണ്? ഓൾ HOD, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇല്ലേ? ഫാർമസി ഉണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട് ഇല്ലേ? പറഞ്ഞില്ലേ? Head of the department. Head of the department. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹെഡ് വേണം ഇതിലെ മെമ്പർ ആയിട്ട്. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്. മനസ്സിലായോ? പിന്നെ എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ട് വേണം മെമ്പർ ആയിട്ട്. ഫാർമസിസ്റ്റ്. ഡയറക്ടർ കഴിഞ്ഞിട്ട് വരുന്നതാരാണ്? ചീഫ് ഫാർമസിസ്റ്റ് അല്ലേ? ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയുമോ? അതില് വിഷ്ണുപ്രിയ പറഞ്ഞിട്ടൊരു കുട്ടി.
പിന്നെ ആരാ വരുന്നേ കമ്മിറ്റിയിലെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ ചീഫ് ഫാർമസിസ്റ്റ് മെമ്പർ ആളായിരിക്കും സെക്രട്ടറി. ഈ കമ്മിറ്റി എന്ന മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. ആരൊക്കെയുണ്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ? ആരൊക്കെയുണ്ട്? മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, ഓൾ ODs, നേഴ്സിംഗ് സൂപ്രണ്ട് ആൻഡ് ചീഫ് ഫാർമസിസ്റ്റ്. എല്ലാരും എഴുതിയാ? എന്താണ് ഫങ്ഷൻസ്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ഉള്ളതെന്ന്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് ഫാർമസിയില്? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമാലിറ്റി, അത് ഫോർമാലിറ്റി അല്ല, ഫോർമുലറി, അതായത് ഡ്രഗ് ലിസ്റ്റ്. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോട്ടാ. ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ്. മനസ്സിലായില്ലോ, ഒന്നുകൂടെ പറയോ? നമുക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത് ഫങ്ഷൻസില് ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമാലിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഫോർമാലിറ്റി അല്ല, ഫോർമുലറി. ഓക്കെ. ഫോർമുലറി എന്ന് പറഞ്ഞാല് ഡ്രഗിന്റെ ലിസ്റ്റ്, ഡ്രഗ് ലിസ്റ്റ്. നോട്ട് ചെയ്തോ? അപ്പൊ എന്ത് ചെയ്യാ? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റിന്റെ പ്രിപ്പറേഷൻ അവര് പ്രിപ്പയർ ചെയ്യണം. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാരാണ് നിർമ്മിക്കേണ്ടതെന്ന്. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഇത്ര മരുന്നുകൾ വേണം, ഇന്ന മരുന്നുകൾ വേണം എന്നൊക്കെ തീരുമാനിക്കുക. അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നെക്സ്റ്റ് എന്താണ്? ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സ്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്? വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സ് ആയിരിക്കണം എന്ന്, അല്ലേ? ആദ്യം ഫാർമസിയുടെ ഫങ്ഷൻസില്. അപ്പൊ ഇവരെ സെലക്ട് ചെയ്യുന്നത് ആരാ? തെറാപ്യൂട്ടിക് കമ്മിറ്റി, തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാരാണ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് തിരഞ്ഞെടുത്താൽ മാത്രം മതിയാ? സപ്ലയേഴ്സിനെ മാനുഫാക്ചേഴ്സിനെ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാ? അവരേലും മരുന്ന് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണ്ടേ? മരുന്ന് അവർ സപ്ലൈ ചെയ്യണുണ്ടോന്നൊക്കെ. അതും ആരുടെ ഫങ്ഷൻസ് ആണ്? ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എന്തൊക്കെയാ? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി, ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സ്, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. നെക്സ്റ്റ് എന്താണ്? ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. അതെന്തായിരിക്കും? പുതിയ ഡ്രഗ്സ്, പുതിയ മരുന്നുകൾ ആഡ് ചെയ്യാം, പഴയ മരുന്നുകൾ വേണ്ട ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം എന്താണ്? ഇപ്പൊ മോഡേൺ നമ്മുടെ പുതിയ ഇതിൽ പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട് റിസർച്ച് ചെയ്തിട്ടൊക്കെ, അല്ലേ? ഓരോ അസുഖത്തിനും. പിന്നെന്താണ്? പുതിയ പുതിയ അസുഖങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന കൊറോണ ഒക്കെ പുതിയ അസുഖമല്ലേ? അതെ, അല്ലേ? അപ്പൊ അവർക്ക് അതിനൊക്കെ എന്ത് വേണം? പുതിയ വാക്സിൻസ് കണ്ടുപിടിച്ചു, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഈ ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ടേ? വേണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ ഡ്രഗ്സിന്റെ മരുന്നുകൾ ഉൾപ്പെടുത്താൻ വേണം. ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്, പഴയ മരുന്നുകൾ. ഇപ്പൊ ചില മരുന്നുകൾ ഇപ്പൊ വിപണിയിലില്ല, ആ മരുന്നുകള് ഈ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണം. മനസ്സിലായോ? മനസ്സിലായി മേഡം. ഓക്കെ. നെക്സ്റ്റ്, ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. എന്ത് ചെയ്യണം? മരുന്നുകള്
വാങ്ങിച്ചാൽ മാത്രം department മതിയോ? ന് അവിടെ സ്റ്റോർ ചെയ്താൽ മാത്രമേ മതിയോ? ഔട്ട് പേഷ്യൻസിനൊക്കെ കൊടുക്കണ്ടേ Yes. ഈ മരുന്നുകള്? Yes, ma'am. അതാണ് ഡ്രഗ്സ് ടു സപ്ലൈഡ് ഇൻ OPD. ഔട്ട് പേഷ്യൻസിന് ഈ മരുന്നുകള് സപ്ലൈ ചെയ്യാം. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. എന്താണ്? ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോളിസികൾ നിർമ്മിക്കുകയും വേണം, അത് മോണിറ്ററൈസ് ചെയ്യണം. അതെന്താണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോളിസീസ്, പദ്ധതികള് നിർമ്മിക്കുകയും വേണം. ആ നിർമ്മിച്ച പദ്ധതികൾ അതിന്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? അവര് മോണിറ്ററൈസ് ചെയ്യുകയും കൂടി വേണം, നിരീക്ഷിക്കുകയും കൂടി വേണം. എന്തെങ്കിലും പദ്ധതികളൊക്കെ നടപ്പിലാക്കിയാൽ മാത്രം മതിയാ? കൊണ്ടുവന്നാൽ മാത്രം മതിയാ? അത് നടപ്പിലാക്കിയും കൂടി വേണ്ടേ? വേണം. എന്താ ആരൊന്നും മിണ്ടാത്തെ? Yes, ma'am. വേണം. അതൊക്കെ എന്താണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബഡ്ജറ്റ്, പൈസ കൊടുക്കുക. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഫാർമസിയിലെ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യാം, വികസിപ്പിക്കാനായിട്ട്. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ വികസിപ്പിക്കുന്നത് അതെന്താണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. എന്ത് ചെയ്യാ? ഫാർമസി റെക്കോർഡ്സ്, ഫാർമസിയിലെ റെക്കോർഡ്സ് ഉണ്ടാവും. ഇന്ന മരുന്നുകൾ ഇത്ര സ്റ്റോക്ക് ഉണ്ട്, ഇന്ന മരുന്നുകള് തീരാറായി, അങ്ങനെ പറഞ്ഞ് അവിടെ ഏതൊക്കെ മരുന്നുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മരുന്നുകളുണ്ട് എന്നൊക്കെ എന്താണ്? ഒരു റെക്കോർഡ്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യാ? ചെക്ക് ചെയ്യാ. കൂടാതെ ഡ്രഗിന്റെ, മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കൂടി വേണം. അതാരുടെ ഫംഗ്ഷനാ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ക്ലിയർ ആയോ? Okay, Mr. Clear. ക്ലിയർ ആണ്. Yes, ma'am. നെക്സ്റ്റ് എന്താണ്? ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നമുക്ക് കിട്ടുന്നത്, നമുക്ക് മാനുഫാക്ചറിന് അല്ലെങ്കിൽ സപ്ലൈയേഴ്സ് നിന്ന് കിട്ടുന്ന മരുന്നുകൾ എന്താണ്? സ്റ്റാൻഡേർഡ് ആയിരിക്കണം, നല്ല മരുന്നുകളായിരിക്കണം. ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന്റെ കൊടുക്കുന്ന പേഷ്യൻസിനെ ഹെൽത്തിന് ഇഫക്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ? അവര് കിട്ടുന്ന മരുന്നുകൾ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് നോക്കണം, ക്വാളിറ്റി കൺട്രോളും ചെയ്യണം. ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. ഓരോ മരുന്നുകൾ, ഇപ്പൊ നമ്മ മരുന്നുകൾ വാങ്ങിക്കുമ്പോ കാണാം ഇല്ലേ? അതിന്റെ ബാക്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? പാക്കിംഗ് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അത് എന്ത് സാധനങ്ങൾ മേടിക്കുമ്പോഴുണ്ടാവും ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലേ? അപ്പൊ എന്താണ്? ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളെ ഡിസ്പോസ് ചെയ്യാം. അതൊക്കെ എന്താണ്? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, എന്നൊന്ന് പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ വായിച്ചേ 3 പോയിന്റ്. നമുക്ക് ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ പഠിച്ചും പോവാം. എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫാർമസിയുടെ ബഡ്ജറ്റ് ആവശ്യങ്ങള്, To prepare hospital drug formality. ഫോർമാലിറ്റി ഫോർമുലറി, supplier mode of procedure. ഫോർമുലറി ഡ്രഗ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. Drugs to be supplied in OPD. To add a few ഫോർമുലറി ആണോ ഫോർമുലറി ആണോ? നിങ്ങൾ പോയിന്റ് വായിച്ചോ, എന്താ മനസ്സിലായിട്ട് പറയാം, എന്നാലും എനിക്ക് അറിയാൻ പറ്റൂ. ഫോർമുലറി അല്ലേ? New drugs കൊണ്ടുവരും. ഒരാള് പുതിയ മരുന്ന് കൊണ്ടുവരിക, രേഖകളും ഓ, പഴയ മരുന്നുകൾ ഒഴിവാക്കുക. ആ
ന്യൂ മരുന്നുകളെ കൊണ്ടുവരിക. To add of new drugs, deletion of old drugs. പിന്നെ drugs to be supplied in മരുന്ന് സപ്ലൈ ചെയ്യുക ഔട്ട് പേഷ്യന്റിന്. outpatient. Policy forming for pharmacy and monitoring. മോണിറ്ററിംഗ് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നീക്കം ചെയ്യുക. ആ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. മരുന്നുകൾ ഇതാക്കാന് മരുന്നുകളുടെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ചെക്ക് ചെയ്യൽ. നെക്സ്റ്റ് എടുത്താലോ? ഹോസ്പിറ്റൽ ഫോർമുലറി. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ ലിസ്റ്റ്. അതിനെന്തൊക്കെ ഉൾപ്പെടുത്തണം? ഒരാളൊന്ന് വായിച്ചേ. എല്ലാവരും ഉറങ്ങേണ. ഒരാളൊന്ന് വായിച്ചേ നോക്കട്ടെ. No hospital pharmacy can perhaps stock any medication that its concerned doctor may want to prescribe for their patient who are hospitalized. ഒരാൾ അത് പറയണ്ടേ? വായിച്ചോട്ടാരുണ്ടാ? അതായത് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിക്കും അതെന്ന് വെച്ചാൽ ഓരോ ഡോക്ടേഴ്സും ഓരോ കൺസേൺഡ് ഡോക്ടർ, നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ ഇപ്പൊ കാർഡിയോളജി ഉണ്ട്, പീഡിയാട്രീഷ്യൻ ഉണ്ട്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ കൺസേൺഡ് ഡോക്ടേഴ്സും എഴുതി തരുന്ന എല്ലാ മരുന്നുകളും ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് എന്താണ് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം, ചില ഹോസ്പിറ്റലിൽ പോയാൽ ഈ മരുന്ന് ഇല്ലാണ്ടാ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറഞ്ഞൊക്കെ എഴുതി തരില്ലേ നമുക്ക് ചിട്ട്? അതാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലും അവിടുത്തെ കൺസേൺഡ് ഡോക്ടേഴ്സ് എഴുതി തരുന്ന എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നെക്സ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക്. Drug and Therapeutic Committee consists of a list of the medication that the hospital pharmacy stocks, along with information about each medication. The committee that collects information about the hospital formulary meets regularly to make changes as necessary. Okay. എന്താണ്? Drug and Therapeutic Committee consists of a list of the medications that the hospital pharmacy along with the information about each medication. ഈ തെറാപ്യൂട്ടിക് ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റില് ഈ ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള ഓരോ മരുന്നിനെ കുറിച്ചും ഈച്ച് ആൻഡ് എവറി മെഡിസിൻസിനെ കുറിച്ച് എന്തുണ്ടാവും? ലിസ്റ്റ് ഉണ്ടാവും ഡ്രഗ് ലിസ്റ്റില്. പിന്നെ അതിൽ ഓരോ മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവും. എന്താണ്? ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന സൈഡ് എഫക്ട് ഉണ്ടാവും, ഈ മരുന്ന് ഇന്ന ഡിസീസിനാണ് യൂസ് ചെയ്യുന്നത്, ഇന്ന അസുഖത്തിനാണ് ഈ മരുന്ന്, അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻ എവറി ഇൻഫർമേഷൻ എന്തുണ്ടാവും? ഈ ഡ്രഗ് ലിസ്റ്റില് ഉണ്ടാവും. മനസ്സിലായോ? The committee that collects മനസ്സിലായി മാം. the committee that collects information about the hospital formulary meets regularly to make changes as necessary. എന്താണ്? ആശുപത്രിയിലെ ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കമ്മിറ്റി എന്താണ്? ആവശ്യാനുസരണങ്ങൾ. ചിലപ്പോ എന്ത് ചെയ്യും? മരുന്നുകള് സ്റ്റോക്ക്, കുറെ മരുന്നുകള് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ഇല്ലാത്ത മരുന്നുകൾ അവര് സപ്ലൈയേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് വേണ്ടേ? അല്ലെങ്കിൽ എന്താണ്? പുതിയ മരുന്നുകൾ ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ന്യൂ മെഡിസിൻസ് അതൊക്കെ കൊണ്ടുവരണം. ഈ ഫാർമസിയിൽ കൊണ്ടുവരണമെങ്കിൽ എന്താണ്? അതിനെ കുറിച്ചൊക്കെ ഇവർ എന്ത് ചെയ്യണം? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാര് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് വേണം. അതിനായി ഇവരെന്ത് ചെയ്യും?
meets regularly to make changes as necessary. പതിവായി മീറ്റിങ്ങുകൾ കൂടാറുണ്ടെന്ന്. മനസ്സിലായോ? മനസ്സിലായി മാം. യെസ് മാം. ഹോസ്പിറ്റലിലെ ഈ ഡ്രഗ് ലിസ്റ്റില്, അതായത് ഈ ഫോർമുലറിയില് ഈച്ച് ആൻഡ് എവരി മെഡിസിൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും അതിന്റെ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി that collects information about the hospital formulary meets regularly to make changes as necessary. Next എന്താണ്? Doctors use the formulary to find out which medication the hospital has available to treat a given symptoms or condition. എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഡോക്ടേഴ്സിന് നമ്മ എന്താണ് മരുന്നുകൾ അസുഖങ്ങൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരെ കമ്പ്യൂട്ടറിൽ അവര് അടിച്ചു നോക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഇന്ന മെഡിസിൻസ്, ഇന്ന രോഗത്തിന് ഇന്ന മെഡിസിൻസ് അവൈലബിൾ ആണ് എന്നൊക്കെ അറിയാൻ പറ്റും. ഇന്ന രോഗത്തിന് മനസ്സിലായ? മനസ്സിലായി മാം, മനസ്സിലായി. അതാണ് ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി. ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? ഈ ഡ്രഗ് ലിസ്റ്റിന്റെ കിട്ടും. ഡ്രഗ് ലിസ്റ്റ് അവർക്ക് കാണാൻ പറ്റും അവരുടെ സിസ്റ്റത്തില്. അതനുസരിച്ച് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നു. ഓക്കെ ഓക്കെ മാം. They also check it to ensure that they do not prescribe medication that can cause perilous interaction with other medications. അതെന്താണ് എന്ന് വെച്ചാല് ഇവര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വേറെ ഏതെങ്കിലും മരുന്നുകളോട് സൈഡ് എഫക്ട് ചെയ്യുന്നുണ്ടോന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പൊ രോഗി കഴിക്കുന്ന മരുന്നുകൾ, ഇവർ പുതിയതായിട്ട് എഴുതുന്ന മരുന്നുകളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്, സൈഡ് എഫക്ട് വരുമെന്നും ഈ ഫോർമുലറി കൊണ്ട് അവർക്ക് ഈ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായ? ഡ്രഗ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞില്ലേ, മരുന്നുകൾ ഇൻഫർമേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഓരോ മരുന്നുകളുടെ ഇൻഫർമേഷൻ ഉണ്ടാവും. ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന സൈഡ് എഫക്ട് ഉണ്ടാവും, ഈ മരുന്ന് ഇന്ന രോഗത്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടാവും പറഞ്ഞില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയത്? പെരിലസ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെരിലസ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല രീതിയിലല്ലാണ്ട് എഫക്ട് ചെയ്യില്ലേ? സേഫ് അല്ലാണ്ട് ഇഫക്ട് ചെയ്യാൻ, അൺസേഫ് ആയിരിക്കാം നമ്മുടെ ശരീരത്തിന്, അപകടകരമാവിധം ഇഫക്ട് ചെയ്യാം. ഓക്കെ മിസ്. ലാസ്റ്റ് പറഞ്ഞാല് ഡോക്ടേഴ്സ് എഴുതി തരുന്ന ന്യൂ മെഡിസിൻസ് നമ്മ കഴിക്കുന്ന മരുന്നുകളുമായി കഴിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോന്നും ഈ ഡോക്ടർക്ക് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കിയാല്, ഈ ഫോർമുലറി നോക്കിയാല് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Okay. Okay. Okay, ma'am. Okay, ma'am. Okay. The committee select medication based on their effectiveness, their cost, and the need for each particular hospitals. എന്താണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഓരോ മരുന്നുകളും തെരഞ്ഞെടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ എഫക്റ്റീവ്നെസ്, എന്താണ് ആവശ്യകത മനസ്സിലാക്കിയിട്ട് ആ മരുന്നിന്റെ ആവശ്യം എന്ന് മനസ്സിലായി. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് പീഡിയാട്രീഷ്യൻ ഇല്ല, ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ. ആ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് മരുന്നുകള് അവർക്ക് കാര്യമുണ്ടോ? ഇല്ല, വേണ്ട. പീഡിയാട്രിക്കില്ലാതെ മരുന്നിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല, അതാണ് പറയുന്നത്. ആൻഡ് ദ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന് ആവശ്യമായ മരുന്നുകൾ മാത്രം എന്താണ് അവര് വാങ്ങിക്കുള്ളൂ. കൊണ്ടുവന്ന് വെക്കുള്ളൂ. ഓക്കെ. ഓക്കെ.
എന്താണ് ഇപ്പൊ എന്താ പറഞ്ഞ ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ്. No hospital pharmacy can perhaps stock every medication that it has concerned doctor may want to prescribe for their patients who are hospitalized. ഒരു ഹോസ്പിറ്റലിലും അവിടുത്തെ ഡോക്ടേഴ്സ്, കൺസേൺഡ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന എല്ലാ മരുന്നുകളും ആ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിലൊന്നുമില്ലല്ലോ ഡോക്ടർ? ഇല്ല. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് of the medication that the hospital stocks along with the information about each medication. അതെന്താണ്? ഹോസ്പിറ്റൽ ഫാർമസിയില എല്ലാ മരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്തിലുണ്ടാവും? ഈ ഹോസ്പിറ്റൽ എന്താണ്? ഡൗട്ട് ഉണ്ടെങ്കിലോ? ഇല്ല. ഡൗട്ട് ഉണ്ടോ? പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതാ ചോദിച്ചേ. Drug and Therapeutic Committee consists of a list of the medication that the hospital pharmacy stocks along with the information about each medication. The committee that collects information about the hospital formulary meets regularly to make changes as necessary. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ എന്താണ്? അവരുടെ ഡ്രഗ് ലിസ്റ്റില് നമ്മുടെ ആ ഫാർമസിയില ഈച്ച് ആൻഡ് എവരി മെഡിസിൻസ് ഏതാണെന്നുള്ളതും അതിന്റെ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. കൂടാതെ ഇവര് എല്ലാം റെഗുലർ ആയിട്ട് ഒരു മീറ്റപ്പ് ചെയ്ത് കണ്ട് എന്തൊക്കെ ചേഞ്ചസ് നെസസറി ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് ഇവര് തീരുമാനിക്കാൻ കൂടി ചെയ്യുന്നു. ഓക്കെ. Doctors use the formulary to find out which medications the hospital has available to treat given symptoms or condition. They also check it to ensure that they do not prescribe medication that can cause perilous interaction with other medications. എന്താണ്? ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കി കാണിട്ട് അവരുടെ പേഷ്യൻസിന് ഏതൊക്കെ മരുന്ന് സജസ്റ്റ് ചെയ്യാം, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് അവർക്ക് തീരുമാനിക്കാൻ സാധിക്കും. കൂടാതെ എന്താണ്? അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകള് അവർക്ക് എന്തെങ്കിലും പെരിലസ് ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. Okay. Okay, ma'am. Next, the committee select medications based on their effectiveness, their cost, and the needed for them at each particular hospitals. എന്താണ്? ഈ കമ്മിറ്റിക്കാർ എങ്ങനെയുള്ള മരുന്നുകളാണ് അവർ സെലക്ട് ചെയ്യുന്നത്? ആ മരുന്നിന്റെ പിന്നെ അതിന്റെ കോസ്റ്റ്, പിന്നെന്താണ്? ആ ഹോസ്പിറ്റലിന് ആവശ്യമായ മരുന്നുകൾ അത് മാത്രമാണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാർ എന്ത് ചെയ്യാ? സെലക്ട് ചെയ്യുള്ളൂ. ഇയാളെന്താ പറഞ്ഞാണോ? അല്ല മാം. പിന്നെ എന്തൊക്കെയാ നമ്മൾ എടുത്ത എക്യുപ്മെന്റ്സ് ഓഫ് ദി ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസിയിലെ എക്യുപ്മെന്റ്സ് കുറിച്ച്. പിന്നെന്താണ്? ബെഡ് സ്ട്രെങ്ത്. ഒരു ഹോസ്പിറ്റൽ ബെഡ് സ്ട്രെങ്ത് അല്ല, ഫാർമസിസ്റ്റുടെ എണ്ണം. ഫാർമസിയുടെ എണ്ണം ബെഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇത്ര ഫാർമസി വേണം. ഇപ്പൊ 50 ബെഡ് ഉണ്ടെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിയുടെ ആവശ്യമുള്ളൂ? 3 ഫാർമസി ആവശ്യമുള്ളൂ. up to 500 beds ആണെങ്കിലോ 15. ഓക്കെ. പിന്നെന്താ? ഹോസ്പിറ്റൽ ഫാർമസിയുടെ ആരാണ് ഹെഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി? ഡയറക്ടർ. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ്. പിന്നെ
ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? മെമ്പർ സെക്രട്ടറി ആരാണ്? മെഡിക്കൽ സൂപ്രണ്ട്. ചീഫ് ഫാർമസിസ്റ്റ്. മെഡിക്കൽ സൂപ്രണ്ട്. ചീഫ് ഫാർമസിസ്റ്റ്. നഴ്സിംഗ് സുപ്പീരിയർ. HOD ഞാൻ പറഞ്ഞു. HOD stands for Head of Department. Head of Department. Head of Department. ഓക്കെ. പിന്നെ എന്താണ് ഫങ്ഷൻസ് പറഞ്ഞു നമ്മ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ Hospital during formulary. To prepare of hospital drug formulary. Prepare of hospital drug for Formulary. ഡ്രഗ് സപ്ലൈഡ് ഇൻ OPD. ബഡ്ജറ്റ് ഫാർമസിക്ക് ആവശ്യമായ ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യാം. ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. പിന്നെ പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക. പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക. പഴയ മരുന്നുകൾ ഇല്ലാതാക്കുക. ഔട്ട്പേഷ്യൻസിന് ആവശ്യമായ മരുന്ന് വിതരണം ചെയ്യുക. ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അത് എങ്ങനെയൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊക്കെ ഉപകാരപ്രദമാവും എന്നാണ് ഡ്രഗ് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ പഠിച്ചത് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. മനസ്സിലായി. ഇല്ല മാം. അപ്പൊ നമ്മൾ എടുത്തിട്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാർമസി എടുത്തു. നെക്സ്റ്റ് എന്താണ് ഫങ്ഷൻസ് ഓഫ് ഫാർമസി, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമസി, ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഇന്ന് എന്തൊക്കെയുണ്ട്? എക്യുപ്മെന്റ്സ്, Staffing. Flow chart of recruitment of hospital pharmacist. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരൊക്കെ ഉൾപ്പെടുന്നു? Functions. അതിന്റെ ഫങ്ഷൻസ്, പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് എന്താണ്? ഓക്കെ അല്ലേ? പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ ഇത്രയും ഭാഗത്തുനിന്ന്. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. 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 Thank you, ma'am.